പ്രശസ്ത തമിഴ് സംവിധായകൻ ഭാരതിരാജയുടെ മകനും നടനുമായ മനോജ് ഭാരതിരാജ ഇന്നലെയാണ് മരിച്ചത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. ഒരു മാസം മുമ്പ് ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു അദ്ദേഹം. അതിനുശേഷം വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത്. 1999 ഭാരതിരാജ സംവിധാനം ചെയ്ത താജ്മഹൽ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് വരുന്നത്. പിന്നീട് സമുദ്രം, കടൽപ്പൂക്കൾ, അല്ലി അർജുന, വർഷമെല്ലാം വസന്തം, പല്ലവൻ, ഈറനിലം, മഹാനടികൾ, അന്നക്കൊടി, മാനാട് തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചു. 2022 വിരുമനായിരുന്നു അവസാനം അഭിനയിച്ച ചിത്രം. നടി നന്ദനയുടെ ഭർത്താവായ മനോജിനെക്കുറിച്ച് പറയാൻ കുടുംബത്തിന് എപ്പോഴും 100 നാവാണ്. കോഴിക്കോടിന്റെ മരുമകൻ എന്നായിരുന്നു നന്ദനയുടെ വീട്ടുകാർക്കിടയിൽ പോലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടയിലായിരുന്നു ഇരുവരും തമ്മിൽ പ്രണയത്തിലായത്. പിന്നീട് വീട്ടുകാരുടെ സമ്മതത്തോടെ 2006 വിവാഹം നടത്തി. അതേസമയം ഞെട്ടലോടെയാണ് മരണവാർത്ത അറിഞ്ഞതെന്ന് വീട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് പോയപ്പോഴും പ്രശ്നമൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ ചൊവ്വാഴ്ച വൈകിട്ട് തീരെ അവിചാരിതമായിട്ടായിരുന്നു മരണം സംഭവിച്ചത്. നന്ദനയുടെ ഉറ്റ ബന്ധുവായ രാജരാജേശ്വരി പറയുന്നു.